എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 40 വരെ. മത്തായി 12, 38 മുതൽ 40 വരെ. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു പെസഹ വ്യാഴാഴ്ചയുടെ പുലരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. യേശു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാണ് എന്നതൊരു വലിയ ചോദ്യമാണ്. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ അംഗീകരിക്കണമെങ്കിൽ ദൃശ്യമായ അടയാളം ആവശ്യപ്പെടുന്നു. അതായത് യഹൂദന് അടയാളങ്ങൾ വളരെ താല്പര്യമുള്ള വിഷയമാണ്. അങ്ങനെ അടയാളം അന്വേഷിക്കുന്നവരെ കർത്താവ് വിളിക്കുന്നത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ എന്നാണ്. വിഗ്രഹ ആരാധന ഒരു ആത്മീയ വ്യഭിചാരത്തിന് തുല്യമാണ്. ഹൃദയം കൊണ്ട് ദൈവത്തെങ്കിൽ നിന്നും അകലുന്ന തലമുറ അടയാളം അന്വേഷിക്കുന്നു. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഈ തലമുറയ്ക്ക് യോനയുടെ അടയാളമല്ലാതെ വേറെ അടയാളം ലഭ്യമല്ല. യോന എന്നതിന് പ്രാവ് എന്നാണ് അർത്ഥം. പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു. വെള്ളി വീണ്ടെടുപ്പിനെയും പൊന്ന് വീണ്ടെടുപ്പ് നിറവേറ്റിയവൻ്റെ ദിവ്യ പ്രകൃതിയെയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ യോന യഹൂദനായിരുന്നു. അവൻ ആദ്യം ഇസ്രായേലിനോട് പ്രവചിച്ചു. പിന്നീട് പുറജാതിക്കാരായ നിനവേക്കാരോട് ദൈവത്തിൻ്റെ സന്ദേശവുമായി അയക്കപ്പെട്ടു. അവൻ മരണത്തിൽ കൂടെ പുനരുദ്ധാനത്തിൽ കൂടിയും കടന്നതിന് ശേഷമാണ് ദൂത് പ്രസ്താവിച്ചത്. അങ്ങനെയാണ് നിനവേക്കാർ മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രം, അവൻ നമ്മുടെ രക്ഷയുടെ കാരണഭൂതനാണ്. അവൻ ദൈവമാകയാൽ വീണ്ടെടുപ്പ് വേല നിറവേറ്റാൻ പ്രാപ്തനാണ്. മനുഷ്യരുടെ മുൻപാകെ വിസ്തരിക്കപ്പെടുകയും കയ്യാഭായുടെ മുൻപാകെയും പിലാത്തോസിൻ്റെ മുൻപാകെയും മാറി മാറി മറ്റ് വിചാരണ ഇടങ്ങളിലും 7 തവണ വിസ്തരിക്കപ്പെട്ട കർത്താവ് യോനയുടെ അടയാളം എന്ന് പറഞ്ഞത് തൻ്റെ മരണത്തെയും അടക്കത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഇതാണ് അടയാളം. ഏതെങ്കിലും ഒരു അസാധാരണമായ അല്ലെങ്കിൽ അമാനുഷികമായ പ്രവർത്തനങ്ങളല്ല മനുഷ്യപുത്രൻ്റെ അടയാളമെന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനെക്കുറിച്ച് യോഹന്നാൻ എഴുതുന്നത്, കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അതിനാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ കർത്താവ് നമ്മുടെ ദൈവമായി, നമ്മൾ ദൈവമക്കളായും തീരുന്നത് ഹൃദയം കൊണ്ട് കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ദൃശ്യമായ അടയാളങ്ങളിൽ ആകൃഷ്ടരാകാനല്ല, പിന്നെയോ ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറയാൻ, ഈ രക്ഷകൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെന്ന് പറയാൻ, പെസഹായുടെ നാളിൽ നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന ബോധ്യത്തോടെ കർത്താവിനെ സ്വീകരിപ്പാനും
പിന്തുടരുവാൻ വിശ്വസിപ്പാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യാതന സഹിച്ചതും കർത്താവേ, ഗതസമനയിൽ ഞങ്ങൾക്ക് വേണ്ടി ഹൃദയം പൊടിഞ്ഞതും ഒറ്റുകൊടുക്കപ്പെട്ടതും പിടിക്കപ്പെടുന്നതും എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടായി അവിടുന്ന് നിലനിൽക്കുന്നുവല്ലോ. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ അടിയങ്ങളെ കാത്തുകൊള്ളണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മുടെ കൂടെ എന്നും നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.